പ്രൈസ് ലോർഡ്. ഞാൻ ലിനി. ഇപ്രാവശ്യത്തെ ബൈബിൾ മാരത്തോൺ റീഡിങ്ങിൽ എൻ്റെ പേര് ഓൺലൈനിൽ വായിക്കുന്നതിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഓഫ്ലൈനായാലും കുഴപ്പമില്ല, ഞാൻ വായിക്കാം. അപ്പം ഞാൻ എൻ്റെ ഓഫ്ലൈൻ ടൈമിലാകുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ഇരുന്ന് ഞാൻ വായിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ലാസ്റ്റ് ദിവസം ഇന്നലെ എൻ്റെ 8:30 സമയത്തും ഞാൻ എൻ്റെ സമയത്ത് വായിച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നല്ലോ, ഇന്ന് രാവിലെ നമ്മൾക്ക് ഏകദേശം കഴിയും, അപ്പം എനിക്ക് രാവിലെ തീർത്തും പറ്റില്ല. അപ്പൊ ലാസ്റ്റ് ആണ് 8:30 എൻ്റെ വായനയിൽ ഓഫ്ലൈനിൽ ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റോസേച്ച് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് 10 മണിക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ വായിക്കാം. അപ്പൊ 8:30 ഞാൻ വായിക്കുമ്പോഴും എനിക്ക് എന്നോടായി ഒന്നും സംസാരിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഉൽപ്പത്തി വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ദൈവം എന്നോട് സംസാരിക്കുന്ന രീതിയിൽ ഞാൻ ഫീൽ ചെയ്തു. പക്ഷെ ഇന്നലെ ലാസ്റ്റ് യോഹന്നാന്റെ 18-ാം അധ്യായത്തിന് ശേഷം വായിച്ചപ്പോ എല്ലാ വചനങ്ങളും എന്നോട് എന്താണോ ദൈവം പറയാൻ ആഗ്രഹിച്ചത്, എനിക്ക് എന്തൊക്കെ ദൈവം എനിക്ക് ഇനി ഇതിൽ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നോട് എന്ത് ചെയ്യണം എന്നുള്ള വചനങ്ങളായിരുന്നു മുഴുവനും. ഈശോയുടെ കുരിശുമരണവും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരവും നമ്മൾ സഹിക്കുന്നതിനേക്കാളും അധികം ദൈവം കൂടുതൽ സഹിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യവും, അതുപോലെ നമ്മൾ കുമ്പസാരിച്ച് ഇനിയും ഒരുങ്ങണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായാലും നമ്മൾ ഇനിയും ഒരുങ്ങണം എന്നുള്ള ബോധ്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ ഫലങ്ങളും ദാനങ്ങളും എന്തൊക്കെയാണെന്നുള്ള അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ വചനങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊരു അവസരം കിട്ടിയതും എനിക്ക് ലഭിച്ചതിന് ഏറ്റവും ദൈവത്തോടെ ഏറ്റവും അധികം ഞാൻ നന്ദി പറയുന്നു.